ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു ഓണം ആശംസിക്കുന്നു. എല്ലാവരും രാവിലെ തന്നെ ഓണസദ്യയുടെ തിരക്കിലായിരിക്കും. നമ്മളും അതുപോലെ തന്നെയാണ്. രാവിലെ തന്നെ ഓണസദ്യ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടീസിനെ ഓണസദ്യ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ തുടങ്ങിയത്. സാധാരണ ഞങ്ങൾ ഒന്നോ രണ്ടോ പായസത്തിലേക്ക് നിർത്തുകയാണ് പതിവ്. അപ്പോൾ ഒരു സദ്യയാണെങ്കിൽ 3 പായസം വേണ്ടേ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാ പണിയും ചെയ്ത് തീർക്കാനായിട്ട് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 4 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ ഓലൻ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓലൻ ഉണ്ടാക്കാനായിട്ട് തലേദിവസം തന്നെ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓലൻ ഉണ്ടാക്കാനായിട്ട് വൻപയറും മത്തങ്ങയും എല്ലാം കൂടെ ഇട്ട് വേവിക്കുകയാണ്. പിന്നെ ഇത് പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള വെള്ളരിക്കയാണ് വേവിക്കുന്നത്. ബാക്കി കറികളും കൂട്ടാനും എല്ലാം ഇങ്ങനെ എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ ഇന്നലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് വെച്ചതാണ്. ഇത് പച്ചടികൾക്കുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ തേങ്ങാപ്പാലെല്ലാം പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ പായസവും കൂടെ റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. കുട്ടീസ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അത്തപ്പൂവിൻ്റെ പണിയിലായി. അത്തപ്പൂവിനുള്ള പൂവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ എല്ലാം വാങ്ങി വെച്ചതാണ്. അപ്പോൾ അവരെണീറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അത്തപ്പൂവിന് വേണ്ടിയിട്ട് എല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ അടുക്കള പണിയെല്ലാം കുറച്ചെങ്കിലും ആക്കാനുള്ള തത്രപ്പാടിലാണ് ഞാനും അമ്മയും കൂടെ. അപ്പോൾ ഇപ്പോൾ പായസം ഏകദേശമൊക്കെ വച്ചിട്ടുണ്ട്. ഇത് പരിപ്പ് പായസമാണ്. ഞാനിപ്പോൾ നെയ്യിൽ പരിപ്പ് പായസം വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 7 മണിയായിട്ടുണ്ട്. അപ്പം പുറത്ത് കുറച്ച് മഴയാണ്. ചെറിയ ചാറ്റൽ മഴയേ ഉള്ളൂ. ഇനി വേണം പുറത്തുള്ള പണികൾ. എല്ലാം തുറന്നു വിട്ടിട്ടുണ്ട്. പക്ഷേ ആടിനെയൊന്നും പുറത്തഴിച്ച് കെട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇനി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 7:30 മണിയൊക്കെ ആയപ്പോൾ കുട്ടീസൊക്കെ എണീറ്റിട്ടുണ്ട്. അവർ എണീറ്റ പാടെ പോയി പൂ ഇറുത്ത് വയ്ക്കാനുള്ള പരിപാടിയിലാണ്. പൂവെല്ലാം കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. കുഞ്ഞാൾ രാവിലെ എണീറ്റ ഉടനെ മിക്കവാറും കരച്ചിലായിരിക്കും. അതിൻ്റെ ഒരു മുഖഭാവമാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം ഒരു ഉച്ചയാവാറായപ്പോൾ നമ്മുടെ അത്തപ്പൂ എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെയുണ്ട് നമ്മുടെ അത്തം. അപ്പോൾ കുട്ടീസൊക്കെ കുളിച്ച് റെഡിയായി സദ്യ വിളമ്പാനുള്ള പണിയിലാണ്. കുറേ കൂട്ടാനുണ്ട് കേട്ടോ. ഏകദേശം 18 കൂട്ടങ്ങൾ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് അതൊരു ത്രില്ലാണ്. എനിക്കങ്ങനെ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കുന്നതിന് വലിയ താല്പര്യമില്ല. കുക്കിങ് വലിയ താല്പര്യമില്ലെന്ന് വേണം പറയാം. പക്ഷെ അമ്മയ്ക്കാണ് ഭയങ്കര താല്പര്യം കുക്കിങ്ങിന് വേണ്ടിയിട്ട്. ലീക്കുട്ടനാണ് സദ്യ വിളമ്പാനും സദ്യ കഴിക്കാനും എല്ലാം ഭയങ്കര ഇഷ്ടം. അവൾ രാവിലെ എണീറ്റ് വന്ന ഉടനെ തന്നെ കൂട്ടാനൊക്കെ ഇങ്ങനെ എണ്ണി നോക്കിയിട്ടാണ് ഇത്രയും കൂട്ടാനൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഇതുപോലെ കറികളൊക്കെ എല്ലാം ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ 3 ഐറ്റം പായസം വയ്ക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. പിന്നെ 5 കറിയും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഉറക്കക്ഷീണം. ഉറങ്ങി നിന്നിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇനി ഉറങ്ങണമെങ്കിൽ ഇനി രാത്രി 12 മണിയാകണം. ഉറക്കമൊന്നും നടക്കില്ല. പിന്നെ ഇനി നമുക്ക് എല്ലാം വിളമ്പി വയ്ക്കാം. ഇപ്പോൾ എല്ലാവർക്കുള്ള ഇലയെല്ലാം വെട്ടി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യ വിളമ്പാം. സദ്യ വിളമ്പാൻ ലിയക്കുട്ടിക്ക് തന്നെയാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. എല്ലാവരുടെ അടുത്ത് ഇരുന്നോളാനാണ് പറഞ്ഞത്. അവളെല്ലാം വിളമ്പിത്തരാമെന്ന്. പക്ഷെ അതൊന്നും നടക്കില്ല. ഇത്രയധികം കൂട്ടാനും എല്ലാം വെച്ചിട്ട് അവളെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും വിളമ്പാനൊന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടെയാണ് സദ്യ വിളമ്പിയത്. പിന്നെ ഞാൻ ഉപ്പേരി വാങ്ങിയതാണ്. ചിപ്സ് ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചു. സാധാരണ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊന്നും ക്യാമറയിൽ ഫോട്ടോസിൽ വരാറില്ലല്ലോ. അതുപോലെയാണ് എൻ്റെ കാര്യവും. ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം ഞാനൊന്നിലും ഇല്ല. പിന്നെ ഇതാണ് ഞങ്ങളുടെ 5 കറികൾ. ഇപ്പോൾ ഇത് കഴിച്ച് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഓർത്തത് 5 കറികളും വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഓടിപ്പോയി എടുത്തതാണ്. അതുപോലെ 3 പായസവും എല്ലാം വെച്ചിട്ടുണ്ട്. അടപ്പായസം, ഇത് പരിപ്പ്, പിന്നെ ഇത് സേമിയ പായസം. സേമിയ പായസത്തിൽ ചവ്വരി ഇടുന്നത് ഇവർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞങ്ങൾ ചവ്വരി ഇടാറില്ല. സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് ലിയയ്ക്ക് ഓണം ആഘോഷിച്ചേ പറ്റുള്ളൂ. അങ്ങനെ അവൾ പാട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ബഹളമാണ്. കളികളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ എന്തോ പാട്ടയടി മത്സരം നടത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് കുളങ്കര മത്സരം നടത്തി.
എല്ലാ മത്സരങ്ങളും അങ്ങനെ കുറച്ച് പേരാണെങ്കിലും ഞങ്ങൾ എന്തായാലും ഓണം അടിച്ച് കളിച്ചിട്ടുണ്ട്. കുളം അത് കഴിഞ്ഞിട്ട് കസേര ചുറ്റൽ മത്സരമാണ് നടക്കുന്നത്. ഇപ്പൊ കസേര ചുറ്റൽ മത്സരമാണ് നടക്കുന്നത്. കസേര ഒന്നും പുറത്തെടുത്ത് ഇടാൻ പഠിച്ചിട്ടാണ്, ചെറിയ സ്റ്റൂള് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇപ്പൊ ഇളയാള് തോറ്റുപോയി, അതുകൊണ്ടാണ് അടിക്കുന്നത്. അവൾക്ക് കുഞ്ഞാളിന് തോക്കാൻ പാടില്ല, അവൾക്ക് തോക്കുന്നത് ഇഷ്ടമില്ല. തോറ്റെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിന്ന് കരയുന്നത്. അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മനഃപൂർവ്വം അവളെ ഒരിക്കൽ ജയിപ്പിച്ചിട്ടുമുണ്ട്. അത് കഴിഞ്ഞിട്ട് സുന്ദരിക്ക് പൊട്ട് തൊടലാണ്. സുന്ദരി വരച്ചത് ലിയക്കുട്ടൻ തന്നെയാണ്. ഞാൻ സുന്ദരി വരയ്ക്കുമെന്ന് പറഞ്ഞിട്ട് താഴെ കുഞ്ഞാൾ ഒരു പടം എന്തോ വരച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പൊട്ടുതൊടൽ മത്സരത്തിലും പങ്കെടുത്തിട്ടുണ്ട്. കാണാമോ? ഇങ്ങോട്ട് കുഴിയിൽ വീഴാതെ നോക്കിക്കോ. പിടിച്ച് അതുവരെ കൊണ്ടോ. അവര് തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞങ്ങൾ പൊട്ട് തൊടുന്ന സമയത്ത് അവര് തന്നെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടി ഇങ്ങോട്ടായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ തൊട്ട പൊട്ടാണ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കണ്ണടച്ച് വെക്കണം. ഓണം പ്രമാണിച്ച് പൊക്കത്തിൽ തന്നെ ഒരു ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അടുത്ത് ആടാനായിട്ട് പോയിട്ടുണ്ട്. ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെ കളിച്ച് രസിച്ച് സമയം പോയതറിഞ്ഞില്ല. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലീക്ക് ഡാൻസ് കളിച്ചില്ലെന്നായി അടുത്ത പരാതി. പിന്നെ ഇനി അതിൻ്റെ കുറവും വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഡാൻസും കളിച്ചു. डांस लिए അങ്ങനെ ശരിക്കും ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങൾ തളർന്നു പോയി. അങ്ങനെ അവിടെ ഇരിപ്പായി. അപ്പോഴാണ് വിചാരിച്ചത് അയ്യോ സെൽഫി എടുത്തില്ലല്ലോ. പിന്നെ അങ്ങ് ഇരുന്നു എങ്ങനെയൊക്കെയോ സെൽഫി എടുക്കലായിരുന്നു അടുത്ത്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളുടെ ഈ വർഷത്തെ ഓണം അങ്ങ് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവർക്കും ഈ വർഷത്തെ ഓണം അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണാശംസകൾ. ഹാപ്പി ഓണം. ബൈ ബൈ.